യൂണിറ്റ് 4 പറയുന്നത് ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നാണ്. അതിൽ ഹെൽത്ത് ആൻഡ് ഹൈജീനെ പറ്റിയും ഗുഡ് ഹെൽത്ത് എങ്ങനെ ആബ്സൻസ് ഓഫ് ഡിസീസിന് കാരണമാകുന്നു, പിന്നെ മെന്റൽ ഹെൽത്തിനെ പറ്റിയും പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പറഞ്ഞു പറഞ്ഞാൽ ഒരു സ്പീച്ചാണ് വെൻ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. അത് എഴുതിയത് വാങ്കാരി മത്തായി. സാപ്ലിംഗ് എന്ന് പറയുന്നത് തൈ മത്തങ്ങയുടെ തൈ നട്ടു നോക്കാൻ മതി, വാങ്കാരി മത്തായി. പിന്നെ റൈസ് എന്ന് പറയുന്നത് ചെമ്മനം ചാക്കോ, ചാക്കിലാണ് നമ്മൾ റൈസ് ഇടുക, റൈസ് എപ്പോഴും ചാക്കിലാണ് വരിക, ചെമ്മനം ചാക്കോ. പിന്നെ ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് ബൈ ഹാർഡിൻ ബി ജോൺസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പറഞ്ഞു പറഞ്ഞാൽ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ബൈ വാങ്കാരി മത്തായി. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈ, എന്തിന്റെ തൈ? മത്തങ്ങയുടെ തൈ, വാങ്കാരി മത്തായി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ലോക്കൽ ബയോഡൈവേഴ്സിറ്റിയുടെ ഡിസ്ട്രക്ഷനെ പറ്റിയും അതുപോലെ തന്നെ ഫോറസ്റ്റിനും കൺസർവേഷൻ ഓഫ് വാട്ടറിനെ പറ്റിയാണ്. ഓക്കെ, ഇതിൽ ഗ്രീൻ ബെൽറ്റ് മൊമെന്റിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ആഫ്രിക്കയിലുള്ള വുമൻസിനെ ഏറ്റവും പ്രശ്നമായിട്ട് തോന്നുന്നതാണ് ലാക്ക് ഓഫ് ഫയർവുഡ്, ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ, ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ഷെൽട്ടർ ആൻഡ് ഇൻകം. ഈ കാര്യങ്ങളാണ് ഈ പറയുന്ന ആഫ്രിക്കൻ വുമൻസിനെ കിട്ടാതായിട്ട് തോന്നുന്നത്. അവിടെ കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു ശ്രമിക്കാം. ഈ ആഫ്രിക്കയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഗ്രഡേഷൻ ഓഫ് ദിയർ ഇമീഡിയറ്റ് എൻവയോൺമെന്റ്, അവരുടെ ചുറ്റുപാടുകളെ മാറ്റുന്ന രീതിയിൽ കൊമേഴ്ഷ്യൽ ഫാമിംഗ്, കാശിന് വേണ്ടി ഫാമിംഗ് ചെയ്യുകയും ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ക്രോപ്സിനെ മാറ്റിക്കൊണ്ട് ഈ പറയുന്ന കാശിന് വേണ്ടിയുള്ള ഫുഡ് ക്രോപ്സ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് വരുമ്പോഴാണ് ഈ പറയുന്ന ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടറും ബാലൻസ്ഡ് ഡയറ്റ് ഒക്കെ കിട്ടാണ്ടാവുന്നത്. വെൻ ദ എൻവയോൺമെന്റ് ഈസ് ഡിസ്ട്രോയ്ഡ്, പ്ലണ്ടർഡ് ഓർ മിസ്മാനേജ്ഡ്, വി അണ്ടർമൈൻ ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ് ആൻഡ് ദാറ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. നമ്മളിപ്പോൾ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നതിലൂടെ നമ്മുടെ പ്ലണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളയടിക്കുക, പിന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ തന്നെ ആപത്തായിട്ടാണ് മാറുന്നത്. പിന്നെ കണ്ടാമിനേഷൻ ഓഫ് സോയിൽ, പിന്നെ ക്രിയേറ്റിംഗ് പോവർട്ടി, അൺബിയറബിൾ പോവർട്ടി എന്ന് വെച്ചാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അത്രയും പട്ടിണി. ഇതിനൊക്കെ കാരണം എന്താണ്? ഈ പറയുന്ന ഡിസ്ട്രക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ആണ്. ദ ട്രീ ബിക്കം എ സിംബൽ ഓഫ് ഡെമോക്രാറ്റിക് സ്ട്രഗിൾ ഇൻ കെനയ. ട്രീ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡെമോക്രാറ്റിക് സ്ട്രഗിൾ, കെനയിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് സ്ട്രഗിൾസിനൊക്കെ ഒരു സിംബൽ ആയിട്ട് മാറുന്നു. Tree also become a symbol of peace and conflict resolution, especially during conflicts. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് വാങ്കാരി മത്തായി ഇവിടെ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ പറയുന്ന ഫുഡ് റിസോഴ്സസും ഷെൽട്ടറും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന എൻവയോൺമെന്റിനെ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ഫാമിംഗും അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ എൻവയോൺമെന്റ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പൊല്യൂട്ടഡ് വാട്ടേഴ്സും എയർ എൻവയോൺമെന്റ് പൊല്യൂഷൻ ആണ് സംഭവിക്കുന്നത്. ഇതിൽ വാങ്കാരി മത്തായിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കാം. ഷീ ഫൗണ്ടഡ് ദ ഗ്രീൻ ബെൽറ്റ് മൊമെന്റ് ഫൗണ്ട് ചെയ്തതാണ് വാങ്കാരി മത്തായി ആണ്. ആൾക്കൊരു നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഷീ ഈസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ഫോർ റിസീവിംഗ് നോബൽ പ്രൈസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡെമോക്രാസി ആൻഡ് പീസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കാം. പിന്നെ ഇതിന് ചോദിക്കാനുള്ള ചോദ്യം ഫോർമൽ സ്പീച്ച് ആണ്. ഈ എൻവയോൺമെന്റ് കൺസർവേഷനെ പറ്റി ഫോർമൽ സ്പീച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻവയോൺമെന്റൽ കൺസർവേഷനെ പറ്റി ഒരു സ്പീച്ച് പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവിടെ ആലോചിച്ച സമയം പോയില്ല. പിന്നെ എഡിറ്റ് ദ പാസേജും പിന്നെ ആഡ്വർബ്സും അഡ്ജക്റ്റീവ്സ് ആണ്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റൈസ് എന്ന് പറയുകയാണ് റൈസ് എഴുതിയത് ചെമ്മനം ചാക്കോ, റൈസ് വരുന്നത് ചാക്കിൽ, അപ്പോൾ റൈസ് എഴുതിയത് ചെമ്മനം ചാക്കോ. ഇനി ഐ കം ഹോം ആഫ്റ്റർ 4 years ഓഫ് റിസർച്ച് ഇൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് 4 വർഷത്തെ റിസർച്ചിന് ശേഷം ആള് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കഥയാണ്. ആള് റിസർച്ച് ചെയ്തിരുന്നത് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുക, അതും ഈ റൈസിന്റെ തകിടിൽ നിന്ന് എങ്ങനെ കളിപ്പാട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇയാൾ റിസർച്ച് ചെയ്തത്. അങ്ങനെ റിസർച്ചിലൂടെ ആള് സക്സസ് ആവുകയും തിരിച്ച് നാട്ടിൽ വന്ന് ഈ പറയുന്ന റൈസിന്റെ തകിട് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇയാൾ ട്രെയിനിലിരിക്കുമ്പോൾ ആലോചിക്കാണ് കുറെ നാളെ ഇങ്ങനെ ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് ഇനി നാട്ടിലെ അധിക റൈസ് കഴിക്കണം. ഈ അധിക റൈസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് റൈസ് ആണ്. അതിങ്ങനെ കാണുമ്പോഴേക്കും അതിന്റെ മണം കേൾക്കുമ്പോഴേക്കും കഴിക്കണം എന്നുള്ള കൊതി വരും. ആ രീതിയിലുള്ള റൈസ് കഴിക്കണം. പിന്നെ അവിടെ എത്തുമ്പോൾ അവന്റെ അച്ഛൻ ഇങ്ങനെ പാടത്ത് പണിയെടുക്കുന്നുണ്ടാവും. പാടത്തിന്റെ പച്ചപ്പും അതൊക്കെ കാണാൻ പറ്റും. പിന്നെ പാടത്തി കാളകളൊക്കെ മെയ്യുന്നത് കാണാം. അതുപോലെ അനിയൻ ഇങ്ങനെ ഓടി വരും. പിന്നെ അച്ഛൻ ഇങ്ങനെ ചോദിക്കും എപ്പോഴാണ് മോൻ പുറപ്പെട്ടേന്ന്. പിന്നെ അനിയൻ അമ്മ കേൾക്കുന്ന തരത്തിൽ ഉറക്കം വിളിച്ചു പോയി ദേ ചേട്ടൻ എത്തിന്ന്. പിന്നെ അമ്മ നല്ല ചൂടുള്ള ചോറ് ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഓർത്ത് ഇയാൾ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. അങ്ങനെ ഇയാൾ ബസ് ഇറങ്ങി നാട്ടിലെത്തിയപ്പോൾ ആള് കണ്ട കാഴ്ച വളരെ അത്ഭുതമായിരുന്നു. ആള് തന്നെ അന്തം വിട്ട് പോയി. കാരണം അവിടെ മൊത്തം ഈ കൊമേഴ്ഷ്യൽ ക്രോപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ പാടൊക്കെ വെട്ടി നികത്തി പച്ചപ്പൊക്കെ മാറ്റി അവിടെ നിറച്ച് റബ്ബർ തോട്ടങ്ങളും ഈ പറയുന്ന അടയ്ക്ക മരങ്ങളും അടയ്ക്ക പാടങ്ങളൊക്കെ ആയി. അപ്പോൾ ആളുടെ ചീറ്റൊക്കെ മാഞ്ഞു പോയി. ആളിങ്ങനെ ആലോചിക്കാണ് എന്താണ് ഇവിടെ സംഭവിച്ചത്, നാടിനെ പറ്റിയ മാറ്റങ്ങളൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആൾ ആകാശത്ത് ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് പറഞ്ഞാൽ എയറോപ്ലെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആകാശത്തെ എയറോപ്ലെയിൻ പറന്നു പോകുന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആലോചിക്കും നാടിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേ ആലോചിക്കും. അപ്പോൾ അച്ഛൻ തന്നെ പറയും റൈസ് ഒക്കെ കൃഷി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് കുറേ ചിലവുണ്ട്, പിന്നെ കുറേ കെയറും കൊടുക്കണം. ഇതാവുമ്പോൾ ഗവൺമെന്റിൽ നിന്ന് സപ്പോർട്ട് കിട്ടും. ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിൽ നിന്ന് സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ ഗവൺമെന്റ് തന്നെ റേഷനറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ പാടത്ത് പണിയെടുത്ത് കാശൊക്കെ നേടാൻ നിൽക്കുന്നത്? ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സ് വിറ്റ് നല്ല കാശുകാരായ പോലെ എന്നുള്ള ചിന്താഗതിയാണ് അവിടുത്തെ ആൾക്കാർക്ക് വരാം. അങ്ങനെയാണ്. അപ്പോൾ ഈ പോയിട്ട് ആലോചിക്കാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ തകിട് കിട്ടാൻ തന്നെ ഇപ്പോൾ ഇറക്കി പോകുന്നതാണ്. ഈ അവസാനത്തെ വഴി ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെന്റർ ടു. ഈ ഗവൺമെന്റ് തന്നെ ഈ ചോറ് കൊടുക്കുന്നതിനൊപ്പം അതിന്റെ തകിടും കൂടെ കൊടുക്കുമെന്ന് പരിഹസിക്കുന്ന രീതിയിൽ ചോദിച്ചുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. ഈ കവിതയിൽ പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക. അത് പഠിക്കുമ്പോൾ തന്നെ പകുതിയോളം ടോപ്പിക് ക്ലിയർ ആയി പോകും. പിന്നെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ആണ് ഇതിന് വരാം. പിന്നെ റൈറ്റപ്പും വരാം. അതുപോലെ തന്നെ പാരഗ്രാഫ് റൈറ്റിംഗും വരാം. ഇനി അടുത്ത പാഠം ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് ബൈ ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ് ആണ്. ഇതിൽ കുറെ തിയറിയാണ് വരുന്നത്. ഡ്രഗ് ഹാസ് ബീൻ ഡിസ്കവർഡ് ആൻഡ് പ്രിവെന്റ് ആൻഡ് ക്യൂർ ഫിസിക്കൽ ഡിസീസസ് ആൻഡ് റിവേഴ്സ് ദ ഡിസ്റ്റർബൻസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ സം മെന്റൽ ഇൽനസ്. ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നതിനാണ് മെഡിക്കൽ പർപ്പസിനാണ്, അതായത് വല്ല രോഗങ്ങൾ ചികിത്സിക്കാനൊക്കെ. യു ബിലീവ് ദാറ്റ് എനി അലൈൻമെന്റ് ഇൻഫെക്റ്റീവ് ഓർ ഫൈറ്റിക് ക്യാൻ ബി റിലീവ്ഡ് ബൈ ടേക്കിംഗ് എ പിൽ. ഒരു ഗുളിക എടുക്കുമ്പോഴേക്കും നമ്മുടെ പകുതി അസുഖങ്ങൾ ഭേദമാവുന്നതാണ് പറയുന്നത്. പീപ്പിൾ ബിക്കം ഡിപെൻഡന്റ് ഓൺ ഡ്രഗ് ടു സോൾവ് ദിയർ പ്രോബ്ലംസ്. ദേ ലോസ് ദ കപ്പാസിറ്റി ടു ഡീൽ വിത്ത് ദ ലൈഫ് സിറ്റുവേഷൻ ത്രൂ പ്രിസർവൻസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മെന്റൽ എഫേർട്ട്. ഒരാൾ തന്റെ പ്രശ്നങ്ങളിൽ അതിജീവിക്കാൻ വേണ്ടി ഇപ്പോൾ ഡ്രഗ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് മാറി വരുന്നത്. അതിലൂടെ ആളുടെ സ്വന്തമായി ചിന്തിച്ചുകൊണ്ട് ചിന്താഗതിയിലൂടെ ഒരു കാര്യത്തെ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ആളുടെ ശക്തിയൊക്കെ ഇല്ലാതാവുകയാണ്, നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഇപ്പോൾ ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും പേടിച്ചോടുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ മാറുന്നു. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം ഹിപ്പോക്രാറ്റസിനെ പറ്റിയാണ്. ആൾ ഗ്രീക്ക് ഫിസിഷ്യൻ ആണ് ആൻഡ് ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻസ്. പിന്നെ ആളെന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് എ റെമഡി മസ്റ്റ് ടേക്ക് ഇൻ ടു കോൺ നോട്ട് ഓൺലി ദ സിംപ്റ്റം ഓഫ് ദ ഡിസീസ് ബട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന്റെ ഹാബിറ്റും നോക്കിയിട്ട് വേണം ആളുടെ ഡിസീസിന്റെ സിംപ്റ്റംസ് വിലയിരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ മെഡിസിൻ മസ്റ്റ് ബി സ്പെസിഫിക്കലി സ്യൂട്ട് ദ ഡിസീസ് ആൻഡ് ദ പേഷ്യന്റ്. ഇപ്പോൾ ഒരാൾക്ക് രോഗം ഉണ്ടെങ്കിൽ ആ
മെഡിസിൻസ് ആ രോഗത്തിനുള്ളത് മാത്രമല്ല ആ പേഷ്യൻസിനും കൂടെ സൂട്ടബിൾ ആണെന്ന് ഉറപ്പുവരുത്തണം. വെൻ ദർ ഇസ് എ ഡിസോർഡർ ഓൺലി ഡ്രഗ് ദാറ്റ് സ്പെസിഫിക്കലി മിറ്റിഗേറ്റ്സ് ദാറ്റ് ഡിസോർഡർ ഷുഡ് ബി യൂസ്ഡ്. ആ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ ഒരു രോഗത്തിന് ചികിത്സിക്കാൻ തക്കതായ മെഡിസിൻ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. എ ഹെൽത്തി പേഴ്സൺ കാനോട്ട് ബെനിഫിറ്റ് ഫ്രം ടേക്കിംഗ് എ ഡ്രഗ്. പിന്നെ ഹിപ്പോക്രറ്റ്സ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഉന്മേഷവാനായ ആരോഗ്യവാനായ ഒരു ആൾ ഡ്രഗ്സ് എടുക്കുന്നതിലൂടെ ആൾക്ക് ഒരു കാര്യം ഉപകാരം, ഒരു ആരോഗ്യപരമായ ഉപകാരം ഒന്നും ഉണ്ടാവുന്നില്ല. പേഴ്സൺ ഇൻ ഗുഡ് ഹെൽത്ത് ഇക്വലി ലോസസ് ദെയർ സ്ട്രെങ്ത് ബൈ ടേക്കിംഗ് പ്രിവേറ്റീവ് മെഡിസിൻസ്. ഒരു ശക്തിയുള്ള ആരോഗ്യവാനായ ഒരാൾ ഡ്രഗ്സ് എടുക്കുന്നതിലൂടെ ആളുടെ ഉള്ള ശക്തി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. സെൻഷ്യൽ ഡ്രഗ്സ്, ഇനി പറയുന്നത് സെൻഷ്യൽ ഡ്രഗ്സിനെ പറ്റിയാണ്. സെൻഷ്യൽ ഡ്രഗ്സ് gives the user a strong sense of pleasure. സെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു മാനസികമായ സന്തോഷം കൊടുക്കാനാണ് ഈ സെൻഷ്യൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. സെൻഷ്യൽ ഡ്രഗ്സ് ക്യാൻ ആക്ടിവേറ്റ് ദ ബ്രെയിൻസ് പ്ലഷർ സെന്റർ. ബ്രെയിനിന്റെ സന്തോഷത്തിന്റെ നരമ്പുകളൊക്കെ ഈ സെൻഷ്യൽ ഡ്രഗ്സ് ആക്ടിവേറ്റ് ആക്കുന്നു. അതുപോലെ തന്നെ ഇത് ഡയറക്ട്ലി കൺട്രോൾസ് ദം ബൈ കെമിക്കൽ മിമിക്രി. കെമിക്കൽ മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കണം, ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കണം അതേ കെമിക്കൽ ഈ പറയുന്ന ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കും. അതുപോലെ മിമിക് ചെയ്യുന്ന രീതിയിലാണ് ഈ പറയുന്ന സെൻഷ്യൽ ഡ്രഗ്സ് വർക്ക് ആവുന്നത്. ബ്രെയിൻ ഗവേൺസ് ദ സെൻസേഷൻ ത്രൂ moods and actions, not by magical process. ഒരു മാജിക്കൽ പ്രോസസ്സിലൂടെ അല്ല ഈ പറയുന്ന ബ്രെയിൻ നമ്മുടെ സെൻസിറ്റിവിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ബൈ കോംപ്ലക്സ് സീരീസ് ഓഫ് കെമിക്കൽ റെഗുലേറ്റഡ് കൺട്രോൾസ്. ഒരു കെമിക്കലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോളജിക്കലി കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിലൂടെയാണ് ബ്രെയിൻ ഈ പറയുന്ന ന്യൂറൽ ആക്ടിവിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് മിക്കരും ഈ പറയുന്ന ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രഗ് യൂസേഴ്സ് കാർവിംഗ് ഫോർ ദ ഡ്രഗ് കണ്ടിന്യൂസ്, ക്രേവിംഗ് ഫോർ ദ ഡ്രഗ് കണ്ടിന്യൂസ്. ഡ്രഗ് യൂസേഴ്സ് ക്രേവിംഗ് ഫോർ ദ ഡ്രഗ് കണ്ടിന്യൂസ്. ഒരു വട്ടം നമ്മൾ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എപ്പോഴും ലഹരിക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരിക്കും ഈ പറയുന്ന ആൾക്കാരൊക്കെ. പിന്നെ ഒരു വട്ടം ഒരു ഡോസിലുള്ള എടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡോസിലുള്ള എടുക്കാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി മനുഷ്യർക്ക് തോന്നും. അതുപോലെ തന്നെ പിന്നെ അങ്ങ് കൂടുതൽ ഡോസ് എടുത്ത ഒരാൾക്ക് ചെറിയൊരു ഡോസ് കിട്ടിയോണ്ടൊന്നും ഒരു പകരില്ല. പിന്നെ ആൾക്ക് അതേ ഹൈ എമൗണ്ട് ഓഫ് ഡോസിൽ തന്നെ കിട്ടിയാൽ തന്നെയാണ് ഇയാൾക്ക് ആളുടെ പ്ലഷർ സെൻസറീസ് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇൻ സിവിയർ അഡിഷൻ ദ പ്ലഷർ മെക്കാനിസം ഫെയിൽസ് ടു റെസ്പോണ്ട് ടു ദ ഡ്രഗ് സ്റ്റിമുലേഷൻ. അവസാനം ഇങ്ങനെ കുറേ ഉപയോഗിച്ച് അവസാനം ബോഡിക്ക് തന്നെ റെസ്പോൺസ് ഇല്ലാണ്ടാവും. ദ ഡ്രഗ് ദാറ്റ് ഇമ്പാർട്ട് ഓൺലി റിലേറ്റീവ് റിലീഫ് ഓഫ് ദ മിസറി ആൻഡ് സസ്പെൻഡ് ദ ഇൽനെസ് ഓഫ് വിത്ഡ്രോവൽ. പിന്നെ ഒരു വിത്ഡ്രോവൽ സിംറ്റം കാണിക്കാനുള്ള ഒരു അവസ്ഥയിലേക്കും ഈ പറയുന്ന ഡ്രഗ് അഡിക്ട്സ് മാറും. പിന്നെ പറയുന്നത് പിന്നെ നാലാമത്തെ ചോദ്യം അത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെഡിസിൻ ആൻഡ് സെൻഷ്യൽ ഡ്രഗ്? മെഡിസിനും ഡ്രഗ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡ്രഗ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ പ്രിവെന്റിംഗ് ഓർ ക്യൂറിംഗ് ഡിസീസസ് ആർ കോൾഡ് ആസ് മെഡിസിൻ. ഡ്രഗ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ പ്രിവെന്റിംഗ് ഓർ ക്യൂറിംഗ് ഡിസീസ്, എന്തെങ്കിലും രോഗത്തിനുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് മെഡിസിൻ എന്ന് പറയാം. സെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബ്രെയിന്റെ പ്ലഷർ സെൻസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്. ഇറ്റ് കൺട്രോൾസ് ദ പ്ലഷർ സെന്റേഴ്സ് ഓഫ് ദ ബ്രെയിൻ. ഇനി പറയുന്നത് സെൻസറി ഡിപ്രൈവേഷൻ ആണ്. സെൻസറി ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ചസ്. ഈ കൂടുതൽ ഡ്രഗ് ഉപയോഗിക്കുന്ന പ്രശ്നമാണ് ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ചസ്. പിന്നെ ഡ്രഗ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ആൾ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലരിങ്ങനെ ഏത് നേരം ചിരിച്ചോണ്ടിരിക്കുക, ചില അൺയൂഷ്വൽ ബിഹേവിയേഴ്സ് കാണിക്കാനുള്ള സിംറ്റംസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പോസിബിൾ റിസൾട്ട് ഓഫ് റേഞ്ച് ഫ്രം ഇൻസിഡന്റ് എഫക്ട്സ് ഓഫ് ഡെത്ത് ഫ്രം ഓവർഡോസ്. ഓവർഡോസ് കൊടുക്കുന്നതിലൂടെ ഓവറായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നതിലൂടെ പേഴ്സൺസ് മരിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. ഡിപ്രഷൻ ഓവറാകുമ്പോഴും മരണത്തിലേക്ക് ഉള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഡ്രഗ്സ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് പഠിക്കണം. ഡ്രഗ്സ് റിലേറ്റഡ് ഡിസീസ് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വെരിഡ്. ഡർട്ടി നീഡിൽസ് ആൻഡ് സൊല്യൂഷൻസ് യൂസ്ഡ് ഫോർ ഇഞ്ചക്ഷൻ ക്യാൻ കോസ് ആംസ് ആൻഡ് absence in the arms and veins. ഈ പറയുന്ന കഴുകാത്തതും ശുചിയില്ലാത്തതുമായ ഈ പറയുന്ന സൂചികളൊക്കെ ഉപയോഗിച്ച് ഡ്രഗ് കുത്തുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത രോഗങ്ങൾ കൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലിവർ ഡിസീസ്, പിന്നെ ബ്രെയിൻ ഡിസീസ്, കിഡ്നി ഡാമേജ്, അങ്ങനത്തെ കാര്യങ്ങൾക്കും ഇത് സാധിക്കും. പിന്നെ സ്നിഫിംഗ് ഓഫ് കൊക്കൈൻ എന്ന് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, പിന്നെ ടൊബാക്കോ ഓവർ കൺസ്യൂമിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ ഈ നോസിന്റെ ടിഷ്യൂനും അതുപോലെ തന്നെ ലങ് ഡിസീസിനും കാരണമാക്കും. നോസിന്റെ ടിഷ്യൂനും ലങ് ഡിസീസിനും കാരണമാക്കും. പിന്നെ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ കൊച്ചങ്ങളെയും ബാധിക്കും. പിന്നെ കൊക്കൈൻ പോലത്തെ രാസപദാർത്ഥങ്ങൾ ഈ മുടിൽ കൊഴിച്ചിലിനൊക്കെ കാരണമാകും. അതുപോലെ തന്നെ മരിഞ്ചുവാന ക്യാൻ ഡാമേജ് സെൽസ്, ഇറ്റ് ക്യാൻ ഓൾസോ കോസ് ക്യാൻസർ. പിന്നെ ന്യൂമോണിയ, ട്യൂബർകുലോസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വെയിറ്റ് ലോസിനൊക്കെ ഈ പറയുന്ന ഡ്രഗ്സ് കാരണമാകാം. പിന്നെ സെൻഷ്യൽ ഡ്രഗ്സ് ക്യാൻ എഫക്ട് ബ്രെയിൻ സെൽസ്, കെമിസ്ട്രി ഓഫ് ബ്രെയിൻ സെൽസ്, സെൽ ഫംഗ്ഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ബൈ തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ആൻഡ് ന്യൂറോൺസ്. അതിനൊക്കെ ഈ പറയുന്ന സെൻഷ്യൽ ഡ്രഗ്സ് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ടോക്സിക് എഫക്ട്സ് ഒക്കെ ഒന്നല്ലെങ്കിൽ പെർമനന്റ് ആവും, അല്ലെങ്കിൽ കുറച്ച് നാളെ നിലനിൽക്കുള്ളൂ. അത് ബേസ്ഡ് ഓൺ ദ സെൽ ഡാമേജ്. ഒന്നല്ലെങ്കിൽ സെൽ റിക്കവർ ആവും, അല്ലെങ്കിൽ അത് പെർമനന്റ് ഡാമേജ് ആയി മാറും. പിന്നെ ഈ ആർട്ടിക്കൽ എന്തിനെ പറ്റിയാണ് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ദിസ് ആർട്ടിക്കൽ ഫോക്കസസ് ഓൺ ദ എഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ഓൺ ദ ബ്രെയിൻ. ദിസ് ആർട്ടിക്കൽ ഫോക്കസസ് ഓൺ ദ എഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ഓൺ ദ ബ്രെയിൻ. ദിസ് ഈസ് നോട്ട് ടു മിനിമൈസ് ദെയർ എഫക്ട്, ബട്ട് ഇറ്റ് ഷോസ് ദ ഡാമേജ് ടു ദ ബ്രെയിൻ വിൽ ഈസ് മോർ ഓഫ്റ്റൻ അൺറെക്കഗ്നൈസ്ഡ് ആൻഡ് ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് കോൺസിക്വൻസ് ഓഫ് ദ ഡ്രഗ് അബ്യൂസ്. ഈ തലയ്ക്ക് ഈ ഡ്രഗ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അതിനൊക്കെ ഒന്ന് പുറം ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിക്കാനും വേണ്ടിയാണ് ഈ ചാപ്റ്റർ എഴുതിപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് ഈസ് എ ടൈംലി വാർണിംഗ് ഫോർ ദ മോഡേൺ സൊസൈറ്റി. ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് ഈസ് എ ടൈംലി വാർണിംഗ് ഫോർ ദ മോഡേൺ സൊസൈറ്റി. പിന്നെ ഇവിടെയുള്ള ഈ സൈഡിലുള്ള തിങ്ക് ആൻഡ് റൈറ്റ് ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം. ഇതിന് പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കാറുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ചോദിക്കാറില്ല. പിന്നെ ലെറ്റർ ഓഫ് എൻക്വയറി അത് നോക്കി വയ്ക്കാം. ഇവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, ടു അഡ്രസ്സും പിന്നെ ഡേറ്റ്, ഡിയർ സാർ, മാം, പിന്നെ സബ്ജക്റ്റ്. ഓക്കെ. പിന്നെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഗിവിംഗ് അഡ്വൈസ്. ഗിവിംഗ് അഡ്വൈസ് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഗിവിംഗ് അഡ്വൈസ് എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് വേണം ഉപയോഗിക്കാൻ. പെർമിഷൻ ആണെങ്കിൽ പ്ലീസ് ഗിവ് മീ പെർമിഷൻ ടു, പ്ലീസ് പെർമിറ്റ് മീ ടു, ക്യാൻ ഐ മേക്ക് യൂസ് ഓഫ്, അങ്ങനെ വിൽ യു പെർമിറ്റ് മീ, വുഡ് യു മൈൻഡ്, കുഡ് യു പ്ലീസ്, കുഡ് യു പെർമിറ്റ്, മേ ഐ സീക്ക് യുവർ, വുഡ് യു ഗിവ് മീ, അങ്ങനത്തെ. പിന്നെ ഇവിടെയാണ് പ്ലീസ് എക്സ്പ്രഷൻസ് വരുന്നത്. പ്ലീസ് ടെൽ മീ ഇഫ് ഐ കുഡ് ലൈക്ക് ടു നോ, ക്യാൻ ഐ ആസ്ക് യു, ക്യാൻ യു ടെൽ മീ, കുഡ് യു പ്ലീസ് ടെൽ മീ, ഡു യു മൈൻഡ് ടെല്ലിംഗ് മീ, അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ അഡ്വൈസ് കൊടുക്കുമ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പഠിച്ച് വയ്ക്കുക, കൃത്യമായിട്ട് വയ്ക്കുക. കാരണം നാളത്തെ എക്സാം പേപ്പറിൽ അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ, യു ഡിഡ് ബെറ്റർ, യു കുഡ്, വൈ ഡോണ്ട് യു, ഐ വുഡ് അഡ്വൈസ്, ഇഫ് ഐ വർ യു, ഐ വുഡ് റെക്കമെൻഡ്, അങ്ങനെയുള്ളത്. ഓക്കെ. പിന്നെ സെമിനാർ റിപ്പോർട്ട് ചിലപ്പോൾ എഴുതാൻ ചോദിക്കും. കഴിഞ്ഞ മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു. പിന്നെ സെമിനാർ റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് ഇവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ സെമിനാർ റിപ്പോർട്ട്, ടൈറ്റിൽ എഴുതണം, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് എഴുതണം, എന്താണ് ഇത് പറഞ്ഞേക്കണേന്ന് എഴുതണം. പിന്നെ ടെസ്റ്റ് ആയിട്ട് എഴുതണം, ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ പോലെ എഴുതണം. പിന്നെ റെഫറൻസ് ബുക്കുകൾ എഴുതണം താഴെ. ഓക്കെ. പിന്നെ
പിന്നെ ഇതിന് എഡിറ്റ് പാസേജ് ചോദിക്കാറുണ്ട്. ഓക്കെ, അത്രയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറ്. അതുപോലെ തന്നെ നേരത്തെ കണ്ടതിൽ വാങ്കാരി മത്തായി ഉണ്ടല്ലോ, അതിൽ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. വാങ്കാരി മത്തായി നേരത്തെ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയി. എന്നിട്ടാണ് കഴിഞ്ഞാൽ ഇവിടെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വുമൻസ് ആണ് നമ്മൾ ഇവിടെ കേരളത്തിലൊക്കെ മെൻസ് ആണ് കുറച്ചുകൂടി ഡോമിനന്റ് ആയിട്ട് ഈ പറയുന്ന വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുക, വീട്ടിലേക്ക് ജോലിയൊക്കെ എടുത്ത് കാശ് സമ്പാദിക്കുന്നതൊക്കെ മെൻസ് ആണ്. പക്ഷേ ആഫ്രിക്കയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഒരു ട്രഡീഷൻ പ്രകാരം വുമൻസ് ആണ് പ്രൈമറി കെയർ ടേക്കർ. ഇത് ഇവിടെ പറയുന്നുണ്ട്, വുമൻസ് ആർ ദ പ്രൈമറി കെയർ ടേക്കർ ഹോൾഡിംഗ് സിഗ്നിഫിക്കന്റ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ടില്ലിംഗ് ദ ലാൻഡ് ആൻഡ് ഫീഡിംഗ് ദെയർ ഫാമിലി. ഇവിടെ ഒരു ചോദ്യം, ദേ ആർ ഓഫ്റ്റൻ ദ ഫസ്റ്റ് ടു ബിക്കം ദ അവെയർ ഓഫ് എൻവയോൺമെന്റൽ ഡാമേജ്. അതിന് കാരണം എന്താണെന്ന് ചോദിക്കും. അതിന് കാരണം വുമൻസ് ആർ ദ പ്രൈമറി കെയർ ടേക്കർ. അവർ പെട്ടെന്ന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തിരിച്ചറിയപ്പെടും. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം, ഈ പറയുന്ന നാച്ചുറൽ ഡിസ്ട്രക്ഷൻ എന്തിനൊക്കെ കാരണമാകും? ക്ലൈമറ്റിക് ഇൻസ്റ്റെബിലിറ്റി, കണ്ടാമിനേഷൻ, അതുപോലെ തന്നെ പോവർട്ടി. പിന്നെ അവരവരുടെ ഈ ചില ആഫ്രിക്കയിലൊക്കെ കണ്ടില്ലേ, ചില കറുത്ത വർഗ്ഗക്കാർ, വെളുത്ത വർഗ്ഗക്കാർ, അവരുടേതായ ആൾക്കാർ തമ്മിൽ തന്നെ തല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനത്തെ തല്ലിനൊക്കെ ആദ്യം ഈ പറയുന്ന ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഉണ്ടല്ലോ, അത് ആദ്യം ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സിനെ സംരക്ഷിക്കാനൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് സമാധാനത്തിന്റെ ഒരു പ്രതീകമായിട്ടും ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് മാറി. അപ്പോൾ ട്രീ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഈ വാങ്കാരി മത്തായിനെ ഇതിനൊക്കെ ഇൻസ്പയർ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക അവളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് നേച്ചർ ഇൻ റൂറൽ കെനയ. പിന്നെ ഒരു പറയുന്നത്, ദ ട്രീസ് ഓൾസോ ബിക്കം എ സിംബൽ ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ എത്തിക് കോൺഫ്ലിക്ട്. എത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ ജാതി മതത്തിലൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആഫ്രിക്കയിൽ ഇതിന് പ്രകാരമുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ റൈറ്റ്സ് ഉണ്ടാവുമ്പോൾ, തല്ലുകൾ ഉണ്ടാവുമ്പോൾ അവിടെയുള്ള മൂപ്പന്മാരും ചെയ്യും, ഇവരുടെ പേരുണ്ട് എൽഡേഴ്സ് ഓഫ് കിക്യു, ക്യാരിയുടെ സ്റ്റാഫ്, അവരുടെ ഒരു വടി ഉണ്ടായിരുന്നു. അവർ ആ വടി എവിടെയെങ്കിലും കുത്തി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ആ വടി ഉള്ളപ്പോൾ ആ വടിനെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ തല്ലൊന്നും ഉണ്ടാക്കാൻ പാടില്ല, എല്ലാവരും പിരിഞ്ഞ് സന്തോഷത്തോടെ പോകുന്നതാണ് ഈ പറയുന്ന വാങ്കാരി മത്തായി പറയുന്നത്. അപ്പോൾ അവിടെ ഒരു വടിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, മരത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചിന്താഗതികളും ഈ പറയുന്ന മരത്തിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാവണം. പിന്നെ equitable development ഉണ്ടാവണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ വളരാനുള്ള സാഹചര്യം കൊടുക്കണം. ഓക്കെ, അതിനായിട്ടാണ് ഇവിടെ വേൾഡ് ലീഡേഴ്സ്, ഐ കോൾ ഓൺ വേൾഡ് ലീഡേഴ്സ് ടു എക്സ്പാൻഡ് ഡെമോക്രാറ്റിക് സ്പേസ് എന്ന് പറയുന്നത്. ഈ ചെറുപ്പക്കാർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുക്കാനും ആൻഡ് ബിൽഡ് എ ഫെയർ ജസ്റ്റ് സൊസൈറ്റി ദാറ്റ് ഹെൽപ്പ് allow the creativity and energy of their citizens to flourish. ഇവിടെ ഒരു വാക്കുണ്ട് unabated. അതിന്റെ അർത്ഥം എപ്പോഴും ചോദിക്കും. unabated എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ strongly societies continue strongly, activities that devastate the environment and society continue strongly. ഇത് പഠിക്കണം. പിന്നെ ഈ വാങ്കാരി മത്തായി അവസാനം യുവജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് അവസാനം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാങ്കാരി മത്തായിയുടെ ആഫ്രിക്കയിൽ നല്ല ശുദ്ധജലം ഒഴുകണ അരുവികളുണ്ട്. അവിടെ നിന്നൊക്കെ ശുദ്ധജലങ്ങളാണ് കുടിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളമാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബോട്ടിൽ വാട്ടേഴ്സ് കുടിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാഠം നിർത്തുന്നത്. ഓക്കെ.